കർത്താവായ യേശു ക്രിസ്തു എന്നെ എൻ്റെ കുടുംബത്തിന് ചെയ്ത ഒരു അത്ഭുത സാക്ഷി പറയുവാനാണ് ഞാനിപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. എൻ്റെ സാക്ഷി ഒരു ജീവനുള്ളൊരു സാക്ഷിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ അറിഞ്ഞിരുന്നില്ല. എൻ്റെ ഭാര്യ അറിഞ്ഞു, പള്ളിയിലൊക്കെ പോകും. എന്നാൽ ഞാൻ പോവില്ല പള്ളിയിലൊന്നും. ഇനി ഇരിക്കെ 2022 ആഗസ്റ്റ് മാസം 15-ാം തീയതി എനിക്ക് മിഷ്യനുമായി തേങ്ങ വെട്ടാണ് ജോലി. ഓയിൽ നിന്നും മടത്തരയുടെ ദേശത്തേക്ക് ഞാൻ ജോലിക്കായി കടന്നു പോവുകയും ഒരു 4 തെങ്ങിൽ തേങ്ങ അടത്തി 5-ാമത്തെ തെങ്ങിൽ ഈ മിഷ്യൻ കടിപ്പിച്ചതിനെ കുനിഞ്ഞ് കടിപ്പിച്ചപ്പോൾ തെങ്ങിൽ തൊപ്പി പഴുത്തുന്ന കേടായി നിന്ന തേങ്ങകൾ, ഉണങ്ങിയതല്ല, തൊപ്പി പഴുത്ത് കേടായി നിന്ന തേങ്ങകൾ. ഇതൊരു മുട്ടൻ, ഒരു വലിയ തേങ്ങ, നല്ല നിറച്ച് വെള്ളമുണ്ട്. എൻ്റെ തലയുടെ ഈ ബാക്ക് സൈഡിൽ വന്ന് അടിച്ച്. ആ അടി മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അന്ന് തലയിൽ നിന്ന് ഞാൻ ശരിയാക്കിക്കൊണ്ട് വന്ന കുടുവാളാണ് എൻ്റെ കയ്യിൽ കിടന്നത്. അപ്പോൾ കൊളുത്തിന് നല്ല നീട്ടമുണ്ട്, ഊരി പോകാൻ സാധ്യതയില്ല. പക്ഷെ എന്തോ ഞാൻ ഈ അടിയിൽ ഇങ്ങനെ ബാക്കിലോട്ട് മാറുന്ന സ്ഥിതിക്ക് എൻ്റെ ഇടുപ്പത്ത് കിടന്ന ഈ കുടുവാൾ ആരും ഇങ്ങനെ എടുത്ത് കളയുന്ന പോലെയാണ്. കറക്റ്റ് ഞാൻ ചെന്ന് ഈ അടിയുടെ ഊക്കൊണ്ട് മെറ്റിൽ നിരത്തിയിട്ടിരുന്ന സൈഡ് വാൾ കെട്ടാൻ അതിലേക്ക് ഇടിച്ചിരിക്കുകയായിരുന്നു. ഇടിച്ച് അങ്ങ് മലന്ന് വീണായിരുന്നു. പിന്നെ എന്ത് നടന്നെന്ന് എനിക്കറിയാൻ വയ്യ. അപ്പോൾ എൻ്റെ കൂടെ ജോലി തേങ്ങ പറക്കാമെന്ന് അച്ചായൻ ഒരു പള്ളിയിൽ പോകുന്ന ആളാണ്. പുള്ളി എന്നെ എന്തൊക്കെ ശുശ്രൂഷ ഇതൊക്കെ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് എന്നെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. മെഡിക്കൽ കോളേജിൽ എത്തിച്ച് തല സ്കാൻ ചെയ്ത് എൻ്റെ നട്ടലിന് എക്സ്റേ എടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എൻ്റെ തലയുടെ ബാക്കിൽ ഇത്രയും മുഴ പോലെ ഈ ബാക്കിൽ ഇങ്ങനെ പൊന്തി വന്നു. ഇത്രയും ഉണ്ടായിരുന്നു, ഒരു മുഴ പോലെ പൊന്തി. അങ്ങനെ സർജൻ ഈ തലയുടെ സ്കാനിങ് നോക്കി ഇത് നോക്കിയിട്ട് പറഞ്ഞ്, ഇതൊരു അത്ഭുതമായി ഇരിക്കുന്നല്ലോ, ഈ തലയുടെ ഞരമ്പിന് നട്ടൊന്നും ഒരു കേടുമില്ല. അപ്പൊ ഇങ്ങനെ ഈ തലയിൽ തേങ്ങ നിന്നൊരു പലരും മരിച്ചാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം താങ്കൾക്ക് എന്തോ ഒരു ദൈവശക്തി താങ്കളെ മേൽ സംഭവിച്ചതാണ് ഇങ്ങനെ വന്നത്. അങ്ങനെ കർത്താവായ യേശു എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരു വിടുതൽ തന്ന ഒരു ദിവസമാണ്. അപ്പം ഈ വിടുതൽ മരിച്ചു പോയ ഒരാളെ തിരിച്ചു തരാൻ കഴിവുള്ള ഈ കർത്താവായ യേശു എന്ന് ഞാൻ വിശ്വസിച്ച് ഞാൻ ഇപ്പോൾ ആ പള്ളിയിലൊക്കെ പോവുകയും കർത്താവിനെ അറിഞ്ഞ് ജീവിക്കുകയും ചെയ്യുകയാണ്. ഞാൻ മരണത്തിൽ നിന്നും ആ സമയം, നമുക്ക് ഒരു മരണം സംഭവിക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ആ സമയം എനിക്ക് എന്ത് സംഭവിച്ചെന്ന് എനിക്ക് പോലും അറിയാക്കില്ല. എന്നാൽ ഞാനിപ്പോൾ ഈ വിശ്വസിക്കുന്ന ആ ദൈവം അന്ന് എന്നെ രക്ഷിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇത്രയും സാക്ഷി പറഞ്ഞ് നിർത്തുന്നു.